മോഡൽ എക്സാമിൻ്റെ 20ാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ എ ജി പി വിത്ത് ഫസ്റ്റ് ടേം 2 ആൻഡ് 3 കോമൺ റേഷ്യോ 2. ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ്. ആദ്യത്തെ 3 ടേംസ് എഴുതുക. അപ്പോൾ ഫസ്റ്റ് ടേം 3 ആണ്. കോമൺ റേഷ്യോ 2 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. അപ്പോൾ 3 × 2 6, 6 × 2 12. അപ്പോൾ ഫസ്റ്റ് ടേം 3ൽ സ്റ്റാർട്ട് ചെയ്യുക, 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 × 2 6, 6 × 2 12. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? വിച്ച് ടേം ഓഫ് ദ ജി പി ഈസ് 1536. അതായത് 3, 6, 12 അങ്ങനെ എഴുതി പോയാൽ ഈ 1536 എത്രാമത്തെ ടേമായിട്ട് വരും? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ലെറ്റ് എ എൻ ഈസ് ഈക്വൽ ടു nth ടേമായിട്ട് ആരെടുക്കും? 1536 എടുക്കും. nth ടേമിൻ്റെ ഇക്വേഷൻ എന്താ? a × r⁻n−1. അപ്പോൾ a × r⁻n−1 ആണ് 1536. എയുടെ വാല്യൂ 3, ആറിൻ്റെ വാല്യൂ 2. അപ്പോൾ 3 × 2⁻n−1 ഈസ് ഈക്വൽ ടു 1536. ഈ 3 × 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, കാര്യം ഇവിടെ പവർ ഉള്ളതുകൊണ്ട്. ഈ 3 റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. 2⁻n−1 ഈസ് ഈക്വൽ ടു 1536 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 2⁻n−1 ഈസ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5, 1, 2. അപ്പോൾ 2⁻n−1 ഈസ് ഈക്വൽ ടു, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 512നെ ഫാക്ടറൈസ് ചെയ്യണം. എത്ര വെച്ചാൽ? 2 വെച്ചിട്ട്. 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 256, 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 128, 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 64, 32, 16, 8, 4, 2, 2. 512ൽ എത്ര രണ്ടുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ 2⁻n−1 ഈസ് ഈക്വൽ ടു 2�9. കമ്പയർ ചെയ്തേ, 2 × 2 പോയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ n-1ൻ്റെ വാല്യൂ 9. അപ്പോൾ n-ൻ്റെ വാല്യൂ 9 + 1, n-ൻ്റെ വാല്യൂ 10. മീനിങ് ഈ ജി പിയിലെ 10ാമത്തെ ടേം, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ എഴുതി വന്ന് 10ാമത്തെ ടേമാണ്. അപ്പോൾ കൺക്ലൂഷൻ എന്താ? 10th ടേം. 10th ടേം ഈസ് 1536. ഓക്കെ, ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, നോക്കി പഠിച്ചേക്കണേ. ഇനി അതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടെ. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ ജി പി 16, സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ് ഈസ് 128. ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ആദ്യത്തെ 3 ടേംസ് ആഡ് ചെയ്താൽ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് 16. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1, A2, A3 കൂട്ടിയാൽ 16. ഫസ്റ്റ് ടേം എ അല്ലേ, സെക്കൻഡ് ടേം AR എന്നല്ലേ എഴുതുന്നത്, തേർഡ് ടേം AR² എന്നല്ലേ എഴുതുന്നത്, 16. ഈ എല്ലാ ടേമിലും എ കോമൺ ഫാക്ടറാണ്. അപ്പോൾ എ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ എയിൽ നിന്ന് എ അങ്ങ് പോയി കഴിഞ്ഞാൽ എയിൽ എത്ര തവണയുണ്ട്? 1 തവണ. ഈ എ പോയി കഴിഞ്ഞാൽ 6, ഈ എ പോയി കഴിഞ്ഞാൽ അവിടെ R² ഈസ് ഈക്വൽ ടു 16. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് മാർക്ക് ചെയ്യുക. ഇനി സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ്, സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ് എത്ര? 128. നെക്സ്റ്റ് 3 ടേംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3ാമത്തെ വരെ എഴുതി. അപ്പോൾ ഇനി A4, A5, A6 കൂട്ടിയാൽ 128. ഈ A4 എങ്ങനെ എഴുതുന്നത്? ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്, AR² വരെ എഴുതിയത്. അപ്പോൾ ഇനി അടുത്തത് AR ക്യൂബ്, 4 വരുമ്പോൾ 3 ആവും. AR⁴, AR⁵, 128. ഇവിടെ എല്ലാത്തിലും എയും കോമൺ ഉണ്ട്. ഇവിടെ R³ R⁴, R⁵. അതായത് ഇവിടെ R 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു, 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു, 5 ടൈംസ്. അപ്പോൾ കോമൺ ആയിട്ട് ആരെയും കൂടെ എടുക്കണം? R³ കൂടെ എടുക്കണം പുറത്തേക്ക്. അപ്പോൾ R³ കൂടെ പോന്നു കഴിഞ്ഞാൽ എയും പോയി R³ പോയി, ആ ഫുൾ ടേം പോയി കഴിഞ്ഞാൽ റിമൈനിങ് 1 ആണ്. എ പോയി, R3 ടൈംസ് പോയി. അപ്പോൾ ഇനി അവിടെ ഒരു R വരും. എ പോയി, R 5 ടൈംസിൽ നിന്ന് 3 ടൈംസ് പോയിട്ടുണ്ട്. അപ്പോൾ R² ഈസ് ഈക്വൽ ടു 128. ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യുക. ചെയ്യേണ്ടത് ഇക്വേഷൻ നമ്പർ 1, 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ AR³ ×
1 plus r square divided by a into 1 plus r square is equal to 128 by 16. ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഏതാ? എയും കട്ട് ചെയ്യാം, ബ്രാക്കറ്റിലുള്ള ടേംസും കട്ട് ചെയ്യാം. റിമൈനിങ് ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു 128/16 എന്ന് പറയുന്നത് 8 അപ്പോൾ ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു ഈ 8നെ ഫാക്ടറൈസ് ചെയ്താൽ 8നെ 2 വെച്ച് ഫാക്ടറൈസ് ചെയ്താൽ 2 × 2 × 2 ആണ് 8. അപ്പോൾ 2 ക്യൂബ്. 3 പോയി കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടും? 3. അപ്പോൾ ഇവിടുത്തെ കോമൺ റേഷ്യോ 3 എന്ന് കിട്ടി. ഇനി ഫസ്റ്റ് ടേമും കൂടെ കണ്ടുപിടിക്കണം. അതിന് ഈ ഒന്നാമത്തെ ഇക്വേഷൻ എഴുതിയാൽ മതി. ഒന്നാമത്തെ ഇക്വേഷൻ എന്താ? a × 1 plus r square is equal to 16. ഈ ആറിന് പകരം 3 അല്ല കേട്ടോ, സോറി, r ഈസ് ഈക്വൽ ടു 2 ആണ്. 3 ക്യാൻസൽ ആയാൽ ആറിൻ്റെ വാല്യൂ 2 ആണ്. ഈ ആറിന് പകരം എത്ര കൊടുക്കുക? 2 എന്ന് കൊടുക്കുക. a × 1 plus 2 plus 2 square is equal to 16. a × 1 plus 2 3 അല്ലേ, ഇവിടെ 2 square 4 അല്ലേ, is equal to 16. അപ്പോൾ a × 7 is equal to 16. a is equal to 16/7. അപ്പോൾ ജി പിയിലെ ഫസ്റ്റ് ടേം 16/3, കോമൺ റേഷ്യോ 2. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു.